കേരളത്തിൽ മെയ് മാസത്തെ റേഷൻ വിതരണം ഇതിനകം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ ഈ മാസം ആവശ്യമായ സാധനങ്ങൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ പലരും ചെയ്യുന്ന ഒരു വലിയ പിഴവ് എന്താണെന്നറിയാമോ? റേഷൻ വാങ്ങുന്നത് അവസാന ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്. കാരണം മാസാവസാന ദിവസങ്ങളിൽ റേഷൻ കടകളിൽ വലിയ തിരക്കാണ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ സ്റ്റോക്ക് കുറവുണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും നേരത്തെ തന്നെ നിങ്ങളുടെ റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക. പ്രധാനമായും സർക്കാർ അറിയിച്ചതിനനുസരിച്ച് മെയ് 30-നുള്ളിൽ തന്നെ റേഷൻ വാങ്ങേണ്ടതാണ്. ഇപ്പോൾ പലർക്കും സംശയമുണ്ട്, ഞാനൊരു മാസം റേഷൻ വാങ്ങിയില്ല എന്താകുമെന്ന്. ചില സാഹചര്യങ്ങൾ അത് അടുത്ത മാസങ്ങളിലേക്ക് മാറ്റാനാവില്ല. അതിനാൽ സർക്കാർ അനുവദിച്ച സമയത്തിനുള്ളിൽ തന്നെ സാധനങ്ങൾ വാങ്ങേണ്ടതാണ്. ഇനി ഓരോ കാർഡിനും ലഭിക്കുന്ന സാധനങ്ങൾ നോക്കാം. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് അന്ത്യോദയ അന്നയോജന കാർഡുകാർക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്ന വിഭാഗമാണ്. ഇവർക്ക് സൗജന്യ അരി, ഗോതമ്പ്, പഞ്ചസാര സബ്സിഡി നിരക്കിൽ മറ്റ് സാധനങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് ലഭിക്കുന്ന അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അടുത്ത പിങ്ക് കാർഡ് ഉടമകൾക്കുള്ളതാണ്. പ്രാഥമിക മുൻഗണന ഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾക്കും സബ്സിഡി നിരക്കിൽ അരിയും ഗോതമ്പും ലഭിക്കുന്നതാണ്. ഈ ഭാഗത്തിൽ വരുന്നവർ പലപ്പോഴും റേഷൻ സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി അറിയാതെ പോകുന്നു. അതിനാൽ നിങ്ങളുടെ റേഷൻ ഷോപ്പിൽ പോയി ഈ മാസത്തെ അലോട്ട്മെന്റ് പരിശോധിക്കുക. അടുത്ത നീല വെള്ള കാർഡ് ഉടമകൾക്കുള്ളതാണ്. സാധാരണ ഭാഗത്തിൽ വരുന്ന നീലയും വെള്ളയും കാർഡുകൾക്കുള്ള വിതരണം ഈ മാസം തുടരുന്നുണ്ട്. പലപ്പോഴും ഇവർക്ക് അരി, ആട്ട, മണ്ണെണ്ണ, ചില സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് അവസാന ഭാഗത്ത് കൂടുതൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ റേഷൻ വാങ്ങുമ്പോൾ ആളുകൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ നോക്കാം. OTP സംവിധാനമാണ്. ചില സ്ഥലങ്ങളിൽ OTP അടിസ്ഥാനത്തിലുള്ള പരിശോധന ഉണ്ടാകും. നിങ്ങളുടെ മൊബൈൽ നമ്പർ റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. അടുത്തത് ബയോമെട്രിക് പ്രശ്നങ്ങളാണ്. വയോധികർക്കും കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾക്കും വിരലടയാളം പ്രവർത്തിക്കാത്ത പ്രശ്നം സാധാരണമാണ്. അത്തരത്തിൽ കൈ കഴുകുക, വിരൽ മോയിസ്റ്റർ ഉപയോഗിക്കുക, മറ്റേ വിരൽ ഉപയോഗിക്കുക എന്നിവ ശ്രമിക്കുക. അടുത്ത റേഷൻ സ്ലിപ്പ് പരിശോധിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന സാധനങ്ങളുടെ അളവ് സ്ലിപ്പിൽ പരിശോധിക്കുക. സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ കൂടുതലായി ആരെങ്കിലും പണം ഈടാക്കുന്നുണ്ടെങ്കിൽ ഉടൻ പരാതിപ്പെടുക. ഇതുകൂടാതെ സ്റ്റോക്ക് ലഭ്യത ഉറപ്പാക്കുക. പലരും ഒരു ദിവസം പോയി സ്റ്റോക്കില്ലെന്ന് കേട്ട് മടങ്ങാറുണ്ട്. അതിനാൽ മുൻകൂട്ടി കടയിൽ വിളിച്ച് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന വിഷയം ബക്കറ്റ് കിറ്റ് ആണ്. ഈ മാസം റേഷൻ കാർഡ് ഉടമകൾക്കായി പ്രത്യേക ബക്കറ്റ് കിറ്റ് വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. പലർക്കും ഈ കിറ്റ് എന്താണെന്ന് വ്യക്തമല്ല. അതുകൊണ്ട് മുഴുവൻ വിശദമായിട്ട് നോക്കാം. ബക്കറ്റ് കിറ്റ് എന്നത് ഒരു കുടുംബത്തിന് ആവശ്യമായ പല സാധനങ്ങളും ഒരുമിച്ച് നൽകുന്ന ഒരു പാക്കേജ് ആണ്. ഇതിൽ സാധാരണയായി ഉൾപ്പെടാൻ സാധ്യതയുള്ള സാധനങ്ങൾ ബക്കറ്റ്, സോപ്പ്, വാഷിംഗ് പൗഡർ, പാത്രം കഴുകുന്ന ലിക്വിഡ്, ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, മറ്റ് വീട്ടുപയോഗ സാധനങ്ങൾ. ഇവയുടെ ആകെ വിപണി വില ഏകദേശം 1100 രൂപയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ സർക്കാർ സംഘടനയുടെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി ഇത് ഏകദേശം 850 രൂപയ്ക്ക് നൽകുന്നു. അതായത് വലിയൊരു ഇളവിലാണ് ലഭിക്കുന്നത്. ഇനി വിതരണം നടക്കുന്ന തീയതികൾ കാണാം. മെയ് 18 മുതൽ മെയ് 26 വരെ വിവിധ റേഷൻ കടകൾ വഴി വിതരണം നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാ ജില്ലകളിലും ഒരേ ദിവസം ലഭിക്കണമെന്നില്ല. അതിനാൽ നിങ്ങളുടെ സമീപത്തെ റേഷൻ കടയിൽ നേരിട്ട് ചോദിച്ച് ഉറപ്പാക്കുക. ഇനി ആർക്കെല്ലാം ഇത് വാങ്ങാമെന്ന് കാണാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യം ഇതാണ്: എല്ലാ കാർഡുകാർക്കും കിട്ടുമോ എന്നത്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് എല്ലാ ഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും വാങ്ങാൻ അവസരം ലഭിക്കും. എന്നാൽ സ്റ്റോക്ക് പരിമിതമായതിനാൽ ആദ്യം എത്തുന്നവർക്ക് മുൻഗണന ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈകാതെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ബക്കറ്റ് കിറ്റ് വാങ്ങുന്നതിന്റെ ഗുണങ്ങൾ കാണാം. വീട്ടുപയോഗ സാധനങ്ങൾ ഒരുമിച്ച് ലഭിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറവാണ് തുക. സാധാരണ കുടുംബങ്ങൾക്ക് സാമ്പത്തിക ലാഭമുണ്ടാവും. മാസച്ചെലവ് കുറയ്ക്കാം. ഗ്രാമപ്രദേശങ്ങളിൽ ഉപകാരപ്രദമാകും. ഇനി നമുക്ക് സബ്സിഡി സാധനങ്ങളെ കുറിച്ച് നോക്കാം. റേഷൻ കടകൾ വഴി എല്ലാ മാസവും ചില സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ പലർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ല. അതുകൊണ്ട് അവർ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. സാധാരണ ലഭിക്കുന്ന സബ്സിഡി സാധനങ്ങൾ പഞ്ചസാര, കടല, ഉഴുന്ന്, ചെറുപയർ, വെളിച്ചെണ്ണ, മുളക്, മല്ലി, ആട്ട, റവ തുടങ്ങിയ സാധനങ്ങൾ ജില്ലകൾ അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇന്നത്തെ കാലത്ത് സാധനങ്ങളുടെ വില വളരെ കൂടുതലാണ്. ഒരു സാധാരണ കുടുംബത്തിന് മാസച്ചെലവ് നിയന്ത്രിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത്തരം സാഹചര്യത്തിൽ സബ്സിഡി സാധനങ്ങൾ വലിയ സഹായകമാണ്. ഉദാഹരണത്തിന് മാർക്കറ്റിൽ 150 രൂപയ്ക്ക് വരുന്ന ഒരു സാധനം റേഷൻ വഴി 90 രൂപയ്ക്ക് ലഭിച്ചാൽ അതൊരു കുടുംബത്തിന് വലിയ ലാഭമാണ്. ഇനി നമുക്ക് മണ്ണെണ്ണ വിതരണത്തെ കുറിച്ച് നോക്കാം. ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും മണ്ണെണ്ണ പ്രധാന ആവശ്യമാണ്. പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ, ഗ്രാമപ്രദേശങ്ങളിലെ കുടുംബങ്ങൾ, ഗ്യാസ് സൗകര്യം കുറവുള്ള വീടുകൾ, ഇവർക്കാണ് മണ്ണെണ്ണ കൂടുതൽ ആവശ്യമായി വരുന്നത്. റേഷൻ കടകൾ വഴി ഏപ്രിൽ, മെയ്, ജൂൺ ക്വാർട്ടറിലേക്ക് മണ്ണെണ്ണ വിതരണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മണ്ണെണ്ണ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. കൃത്യമായ അളവ് ലഭിക്കുന്നുണ്ടോ, റേഷൻ കാർഡ് കയ്യിലുണ്ടോ, സ്റ്റോക്ക് ലഭ്യമാണോ, തീയതി മുൻകൂട്ടി അറിയാമോ എന്നിവ ഉറപ്പാക്കുക.
ഇപ്പോൾ നീലയും വെള്ളയും കാർഡ് ഉടമകൾക്കുള്ള പ്രത്യേക വിവരങ്ങൾ കാണാം. പലരും ചോദിക്കുന്നതാണ്, ഞങ്ങൾക്ക് റേഷൻ കിട്ടുന്നില്ലേ, അല്ലെങ്കിൽ സൗജന്യ അരി കിട്ടുമോ എന്നൊക്കെ. സർക്കാർ പ്രഖ്യാപനങ്ങൾ അനുസരിച്ച് ചില പ്രത്യേക വിതരണങ്ങൾ വിഭാഗങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. ചില മാസങ്ങളിൽ അരി, ആട്ട, സബ്സിഡി സാധനങ്ങൾ, മണ്ണെണ്ണ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ റേഷൻ ഷോപ്പുമായി ബന്ധപ്പെടുക. ഇപ്പോൾ ഒരു പ്രധാന കാര്യം പറയാം. റേഷൻ സംവിധാനം ശരിയായി ഉപയോഗിച്ചാൽ ഒരു കുടുംബത്തിന് മാസത്തിൽ നല്ലൊരു തുക ലഭിക്കാനാകും. ഉദാഹരണത്തിന് അരി റേഷൻ വഴി വാങ്ങുന്ന സബ്സിഡി സാധനങ്ങൾ ഉപയോഗിക്കുക. ബക്കറ്റ് കിറ്റ് പോലുള്ള ഓഫറുകൾ പ്രയോജനപ്പെടുത്തുക. ഇതിലൂടെ ഒരു കുടുംബത്തിന് മാസത്തിൽ 1000 മുതൽ 3000 രൂപ വരെ ലാഭിക്കാനായിട്ട് സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടും. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.